ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് പിസ്റ്റൽ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നീഡിൽ കുത്തിയെടുക്കുക. അതിനുശേഷം 2 വട്ടം നീഡിലിൽ നൂല് വട്ടം ചുറ്റിയ ശേഷം കുത്തി താഴേക്ക് ഇറക്കുക. പിസ്റ്റൽ ഫ്ലവർ ഉപയോഗിച്ചുള്ള പിസ്റ്റൽ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് പിസ്റ്റൽ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു റൗണ്ട് വരയ്ക്കുക, അതിന് മാർക്ക് ചെയ്ത് കൊടുക്കുക, ലൈൻസ് വരഞ്ഞു കൊടുക്കുക. നടുക്ക് കൂടി സൂചി കുത്തിയെടുത്ത് ഓരോ മാർക്കിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. വീണ്ടും നടുവിൽ കൂടി സെൻറ്ററിൽ കൂടി നൂല് മുകളിലേക്ക് കുത്തിയെടുത്ത് താഴേക്ക് താത്തുക. വീണ്ടും സെൻറ്ററിൽ കൂടി നൂല് കുത്തിയെടുത്ത് സെൻറ്ററിൽ കൂടി നൂല് മുകളിലേക്ക് കുത്തിയെടുക്കുക. അതിനുശേഷം നൂല് ഒരു വട്ടം ചുറ്റിയ ശേഷം ഈ മാർക്കിൽ കൂടി താഴേക്ക് ഇറക്കുക. നീഡിൽ സെൻറ്ററിൽ കൂടി കുത്തിയെടുത്ത് ഒരു വട്ടം ചുറ്റി മാർക്കിൽ കൂടി താഴേക്ക് കുത്തിയിറക്കുക. ഇതാണ് പിസ്റ്റൽ ഫ്ലവർ. ഇനിയൊരു പിസ്റ്റൽ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ പിസ്റ്റൽ ലീഫ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ ലൈനിൽ കൂടി കുത്തി എടുക്കുക. അതിനുശേഷം സൂചിയിൽ നൂല് ചുറ്റി താഴേക്ക് കുത്തിയിറക്കുക. ഈ വരയിൽ കൂടി നീഡിൽ കുത്തിയെടുത്ത് നീഡിൽ നൂല് ഒരു വട്ടം കറക്കി ഇവിടെ കുത്തിയിറക്കുക. ഇതാണ് ലീഫ്, ഇതാണ് ഫ്ലവർ. നമ്മുടെ ഭാവന അനുസരിച്ച് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഏത് ആംഗിൾസിൽ വേണമെങ്കിലും വരയ്ക്കാം. ഇതൊരു പിസ്റ്റൽ ഫ്ലവറാണ്. ഇത് പിസ്റ്റൽ ഫ്ലവർ ഉപയോഗിച്ച് ചെയ്ത ലീഫാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. ഇതും പിസ്റ്റൽ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ഫ്ലവറാണ്.
ഇതാണ് പിസ്റ്റിൽ സ്റ്റിച്ച്. ഇതാണ് പിസ്റ്റിൽ സ്റ്റിച്ച്. ഇത് പിസ്റ്റിൽ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ലീഫ്. ഇത് ഫ്ലവറാണ്. ഇതും പിസ്റ്റിൽ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ഫ്ലവറാണ്. ഈ പിസ്റ്റിൽ സ്റ്റിച്ച് പഠിക്കാൻ വളരെ ഈസിയാണ്. ഇതുപോലെ നമുക്ക് വളരെ മനോഹരമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സാരിയിലും ചുരിദാറിൻ്റെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇത് വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് കുറച്ച് വലിപ്പമുള്ള ഫ്ലവറാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.